ഹായ് ഹലോ നമസ്കാരം. രാവിലെ കാപ്പിയൊക്കെ ഉണ്ടാക്കി അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചൊരു കുഞ്ഞു വീഡിയോ എടുത്തിടാമേ. ചോറ് വെച്ചു, കുക്കറിലാണ് വയ്ക്കണേ ഞാൻ ചോറ്. അപ്പം എനിക്ക് ഗ്യാസ് ഉള്ളൂ, വിറകടുപ്പിൽ കത്തിക്കാനാണ് ഇഷ്ടം, പക്ഷേ വിറകൊന്നുമില്ല. ചോറ് വെച്ചു, അത് കഴിഞ്ഞിട്ട് പയറും ബീറ്റ്റൂട്ടും കൂടെ ഇട്ടൊരു കുഞ്ഞു തോരൻ വെച്ചു. എന്നിട്ട് മീൻ കറി വെച്ചു. കുറച്ച് നെയ്മീനുണ്ടായിരുന്നു, അതിനെ പച്ചയ്ക്ക് അരച്ച് വെച്ചു. അത് വെച്ചു. പിന്നെ അപ്പം ഉച്ചയ്ക്ക് ചോറ് മീൻ കറി, രാത്രിത്തേക്ക് ചപ്പാത്തി. അതിൻ്റെ മോള് ചുടുന്ന ഇടയ്ക്ക് പിന്നെ പനീർ ഫ്രൈ ചെയ്ത് അതൊരു കറി പോലെ വെച്ചു. രാത്രിത്തേക്ക് ചപ്പാത്തി പനീറും മീൻ കറിയും ചോറും തോരനും. ഉച്ചത്തേക്ക് ഇച്ചിരി നെമ്മീൻ ഉണ്ടായിരുന്നുള്ളേ, അതുകൊണ്ടൊരു കൊച്ചി കറി. ഇത് ഞാൻ ഇങ്ങനെയാണ് മീൻ കറി വയ്ക്കുന്നത്. ഓരോരുത്തർക്കും ഓരോ രീതിയല്ലേ. ഇതെൻ്റെ രീതിയാണ്. ഞാൻ തക്കാളി അരയ്ക്കുന്നത് എന്തെന്ന് വെച്ചാൽ, ഇപ്പം തേങ്ങയ്ക്ക് വില കൂടുതലാണല്ലോ. അപ്പം തേങ്ങ കുറച്ചിട്ടിട്ട് തക്കാളി ചേർക്കുമ്പം നല്ല കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടുക. നല്ല കൊഴുത്ത കറിയായിരിക്കും, നല്ല രുചിയുമാണ് എന്നാണ് എൻ്റെ വീട്ടിൽ പറയുന്നത്. അങ്ങനെ ഉള്ള കാര്യങ്ങൾ. പിന്നെന്തുവാ, എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. എൻ്റെ മോൾക്ക് ഒരേ നിർബന്ധം വീഡിയോ എടുത്തിടണം, അമ്മ വീഡിയോ എടുത്തിടണം അമ്മ. അവളാണ് വീഡിയോ ഒക്കെ എടുക്കുന്നത് കേട്ടോ. ഇങ്ങനെ ചെയ്യും. പിന്നെ ഇതാ മീൻകറി പച്ചയ്ക്ക് അരച്ച് തക്കാളി വെച്ചോളൂ. ഇപ്പം മുരിങ്ങയില്ല, മുരിങ്ങയ്ക്ക് പോയപ്പോൾ മുരിങ്ങയ്ക്ക് അവിടെ കിട്ടിയില്ല, ഭയങ്കര വിലയാണെന്ന് പറഞ്ഞു. മീൻകറി എടുക്കാൻ ചട്ടിയില്ല, എൻ്റെ ചട്ടി ഉണ്ടായിരുന്നു, പൊട്ടിപ്പോയി. അപ്പോൾ ചീനിച്ചട്ടിയിൽ മീൻകറി വെച്ചു. ചട്ടി അടുപ്പിൽ വെച്ചപ്പോഴത്തേക്ക് ഗ്യാസിൽ വെച്ച് വെടിച്ചു പോയി. ചീനിച്ചട്ടി വെച്ചിട്ട് വേറെ പാത്രത്തിൽ മാറ്റി വയ്ക്കുക, അല്ലെങ്കിൽ കൊള്ളില്ല. പനീർ പൊരിക്കാൻ പോകണം, ഇനി അടുത്ത് ഫ്രൈ ചെയ്ത് കറി വയ്ക്കാം. മനുഷ്യ എന്തൊക്കെയോ പോയി അരിക്കുന്നുണ്ട്, വിശന്നിട്ട് ആണെന്ന് തോന്നുന്നു. ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു നമ്മൾ ഫ്രൈ ചെയ്തതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണ മതിയല്ലോ വഴറ്റാനായിട്ടൊക്കെ, പെട്ടെന്നങ്ങ് വഴറ്റുള്ളൂ. ഞാൻ ഉള്ളിയും തക്കാളിയും പച്ചമുളകും എല്ലാം കൂടെ അരിഞ്ഞങ്ങ് വഴറ്റും. ആ കൂട്ടത്തിൽ തന്നെ ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുത്തായിരുന്നു. അത് അവൾ എടുത്തില്ല, അത് ഇഞ്ചി പേസ്റ്റും ഒക്കെ ഇട്ട്. പിന്നെ ഞാൻ ഇതിൽ മസാലയൊന്നും അധികം ഇടില്ല, കാരണം ഫ്രൈ ചെയ്തപ്പം എല്ലാം ഇട്ട്, കുരുമുളക്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി എല്ലാം ഇട്ടായിരുന്നു. അതുകൊണ്ട് വേറെ ഒന്നും പറ്റില്ല. മഞ്ഞൾപ്പൊടി ഇച്ചിരി മല്ലിപ്പൊടിയാണ് ഇട്ടത്. പനീർ പൊരിച്ച് വെച്ച് പനീർ തട്ടി കറി. ഇച്ചിരി മഞ്ഞൾപ്പൊടി കുറവ് തോന്നി എനിക്ക്, ഒരു കളറിന് സുഖമില്ല.